പേര് ഷാക്കിർ. എന്റെ പേര് അഭിനവ് പി. എന്റെ പേര് അജ്മൽ മുഹമ്മദ്. മുഹമ്മദ് സുഹൈൽ പി. മുഹമ്മദ് മുൻഹാൽ പി. നമ്മൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇക്കോ പേപ്പറാണ്. സാധാരണ പേപ്പർ ഉണ്ടാക്കുന്നത് മുള പോലുള്ള സസ്യം ഉപയോഗിച്ചാണ്. എന്നാൽ ഇന്ന് ലോകമെമ്പാടും ദിവസേന ദശലക്ഷക്കണക്കിന് പേപ്പർ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇത് വ്യാപകമായ വനനശീകരണത്തിന് കാരണമാകും. ഇതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ബദൽ മാർഗമാണ് ഇക്കോ പേപ്പർ. ഇതിനായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സസ്യമാണ് ആനപ്പുല്ല് അഥവാ എലിഫന്റ് ഗ്രാസ്. നമ്മുടെ പറമ്പിലും റോഡ് വക്കിലും കാണപ്പെടുന്ന സസ്യമാണ് ആനപ്പുല്ല്. ആളുകൾ ഈ ചെടിയെ നശിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ചെടിയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. ഈ കാര്യം സയൻസ് അധ്യാപകരോട് സംസാരിച്ചു. ഞങ്ങൾ കൂടി ചേർന്നതിന്റെ ഫലമായി ഇക്കോ പേപ്പർ എന്ന ആശയം ഉടലെടുത്തു. ഇതിനായി ഞങ്ങൾ ആനപ്പുല്ല് കുറച്ചധികം ശേഖരിച്ച് അതിനെ ചെറുതായി മുറിച്ചു. പിന്നീട് വെണ്ടയ്ക്ക 2 എണ്ണം മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് പിടിപ്പിച്ചു. 2 ദിവസം ഉണങ്ങാൻ വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മിശ്രിതം നന്നായി പേപ്പർ പോലെ രൂപത്തിലായി. ഇത് നന്നായി ഇളക്കിയെടുത്ത് പാക്ക് ചെയ്യാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഈ മിശ്രിതം കട്ടിയാവുന്നതിനനുസരിച്ച് പേപ്പറിന്റെ കട്ടിയും കൂടും. ഈ പേപ്പർ പീച്ച് ചെയ്താൽ എഴുതാനും ഉപയോഗിക്കാം. ഇത് ചെറുതാക്കി അരിഞ്ഞ ആനപ്പുല്ല്, ഇത് വെണ്ട, ഇത് കാർഡ്ബോർഡ്. രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾക്ക് ഈ രൂപം ലഭിച്ചു.